ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കടയ്ക്ക് പോയതാട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കോട്ടേജ് കോറ് പോയിട്ടുള്ള ഒരു കടയ്ക്കാട്ടോ ഞാൻ പോയത്. അപ്പോൾ ഇത് വരുന്നത് 3rd Avenue റോഡ് തൃശ്ശൂരിലാട്ടോ വരുന്നത്. അപ്പോൾ ഇത് 3 ആൻറ്റിമാർ നടത്തണ ഒരു കടയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ കുഞ്ഞുണ്ണികൾക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ എംബ്രോയ്ഡറിയും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ഇങ്ങനെ നെറ്റുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള കുറേയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഉടുപ്പുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ എംബ്രോയ്ഡറികളൊക്കെ ചെയ്യണത് ഈ 3 ആൻറ്റിമാരിൽ ഒരു അമ്മൂമ്മയുണ്ട്. അപ്പോൾ ഈ അമ്മൂമ്മയാണ് ഈ എംബ്രോയ്ഡറി എല്ലാം ചെയ്യണത്. അത് നല്ല ഭംഗിയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ക്യൂട്ടായിട്ടൊക്കെ ഇത് കാണാൻ പറ്റും. പിന്നെ നമുക്കിത് കാഷ്വലായിട്ട് ഇടാൻ പറ്റും. പിന്നെ പോകുമ്പോൾ അത് ഉണ്ണികൾക്കൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇങ്ങനെ സൈഡ് ബോർഡർ വെച്ചതാണ്. ഇത് കിങ്, ഇതിന്റെ തന്നെ ക്യൂനും ഉണ്ട്. അങ്ങനെ പിന്നെ ഇങ്ങനെ സോഫ്റ്റ് ഷീറ്റുകളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ഷീറ്റുകള്. ഇത് കിങ് ക്യൂനൊക്കെ ഉണ്ട്. പിന്നെ വർക്ക് ചെയ്ത ഷീറ്റുകൾ, കപ്പോബയൊക്കെ വെച്ചത്. ഇങ്ങനെ കപ്പോബയൊക്കെ വെച്ച ഷീറ്റുകളുണ്ട്, ചെയ്ത ഷീറ്റുകള്. പിന്നെ ഇതും അതാ 4250. ഇതിന് കിങ് വരുമ്പോ 2980, ക്യൂവിന് 2850. പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ ബോർഡർ ടൈപ്പ്, അതിന് കിങ്ങിന് 995, ഇത് ക്യൂവിന് 750, 1850, 1750 അങ്ങനെ 1980 അങ്ങനെ സൈഡ് ഉപയോഗിക്കാം. നല്ല സാധനമാണ്, എല്ലാം നല്ലോണം പോണതാ. ഇതൊക്കെ എത്രയത്? ഇതിന് ഇത് ഡബിൾ 1600, സിംഗിളിന് 1150. നിർത്തി കാണിച്ചു തരാൻ പറ്റാതെ? ഇതൊക്കെ ഇങ്ങനെ നല്ല സാധനമാണ്. ഇത് നല്ലോണം ഇവിടെ പോണ സാധനങ്ങളാ ഇതൊക്കെ. പിന്നെ ടേബിൾ ക്ലോത്തുകളുണ്ട്. ഇങ്ങനത്തെയൊക്കെ ടേബിൾ ക്ലോത്തുകൾ ഇങ്ങനെ ലേസ് വെച്ചാൽ ഇതും അങ്ങനെ. ഇതെങ്ങനെ ചോദിച്ചാൽ സെൻട്രൽ കൂടെ ഇങ്ങനെ വെച്ച്, അപ്പൊ നമുക്ക് റണ്ണർ ഇടേണ്ട ആവശ്യമില്ല. എത്രയത്? ഇതിന് 2250. അത് 8ന്റെ 6ന്റെ ആകുമ്പോ 2000 വരും. ഇങ്ങനെ ഇതെല്ലാം പിന്നെ സാധാ ഇതും ഉണ്ട്, ലേസ് വെച്ചതൊക്കെ ആയിട്ട്. ഇപ്പൊ 1250, 1350 സൈസുകൾ അനുസരിച്ചിട്ടാട്ടാ. ഇതാകുമ്പോ 8 സീറ്റ് ഉണ്ട്. ഇത് 1500 ഇങ്ങനെ വർക്ക് ചെയ്തത്. പിന്നെ ഇതൊക്കെ തുടക്കേണ്ടത് കഴിഞ്ഞിരിക്കുക. ഇതെല്ലാം വേറെ നല്ല സാധനങ്ങളുണ്ട്, അത് കഴിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സ്ലാബ് തുടയ്ക്കാനായിട്ട് നല്ല സാധനമാണ്. 30, ഇതൊക്കെ 80 അങ്ങനെ വരും. ഇത് സ്ക്രബ്, പാത്രങ്ങൾ കഴുകാനായിട്ട് നല്ല സാധനം. അത് ഇതിന് 20, ഇതിന് 30. ഇത് 2 സൈഡിൽ ഉപയോഗിക്കാം. പിന്നെ പൗച്ചുകള്, ഇത് കണ്ണാടകളൊക്കെ വെക്കാനുള്ള പൗച്ചാണിത്. ഇത് നമുക്ക് കിടക്കുമ്പോ കണ്ണമ്മ വെക്കാനായിട്ട് അതെ അനുസരിച്ച് ചെറിയ പാത്രങ്ങള്, മൂടിയില്ലാത്ത പാത്രങ്ങളൊക്കെ മൂടി വെക്കാനായിട്ട് പുതിയ സാധനങ്ങൾ. വ്യത്യാസമുള്ള ഇതൊക്കെ കുറച്ച് വ്യത്യാസമുള്ള പാത്രം. ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിടണമെങ്കിൽ ഇത് കുറച്ച് പിള്ളേരുടെ മുറിയിലേക്കൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെ? ഇതൊക്കെ മിക്കതും 600ന്റെ ഉള്ളില്ല. 600, 650 ഇങ്ങനത്തേതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഉണ്ട്. 1250 വരെ ഏകദേശം വരും.
വ്യത്യാസമായിട്ടുള്ള പിന്നെ കുറച്ച് ഇത് മെറ്റീരിയൽ എങ്ങനത്തെയാ? കോട്ടൺ കോട്ടൺ Pure cotton. എല്ലാം കോട്ടൺ ഞങ്ങൾ എല്ലാം കോട്ടൺ ലിനൻ അങ്ങനത്തെ ഒക്കെ സിന്തറ്റിക് ഞങ്ങളുടെ മിക്ക എല്ലാം ഒരു 99% സാധനം കോട്ടൺ ഇതൊക്കെ കോട്ടൺസ് ഇതൊക്കെ കുറെ ടവൽസ് ഇങ്ങനെ കുറച്ച് എംബ്രോയിഡറി ചെയ്തതുണ്ട്. ഇതൊക്കെ ഇവിടെ തന്നെ അതൊക്കെ എംബ്രോയിഡറി ചെയ്യുന്ന ഇവിടെ ഇതൊക്കെ ഇങ്ങനെ ഇത് വെച്ച് ഇതിന്റെ റേറ്റ് റേറ്റ് 290 ആണ് ഇതിനൊക്കെ. ഇതും സെയിം അതിന് 350. ഇത് 3. ഇതിന്റെ കളർ ചേഞ്ച് ഇതിന്റെ കളർ ചേഞ്ച് കളേഴ്സ് ആണ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അതൊക്കെ സ്നോഫ്ലേക്കിന്റെ ആണ്. ഇതിന്റെ തന്നെ ശരിക്കും പറഞ്ഞാൽ മാച്ചിങ് ടവൽസും കാണും കയ്യില്. പക്ഷെ അപ്പൊ സെറ്റായിട്ട് തോർത്തും ടവലും വേണമെങ്കിൽ ബാത്റൂമിലൊക്കെ ഇടുമ്പോഴത്തേക്കും ലുക്ക് വരില്ല. സെറ്റായിട്ടൊരു തോർത്തും ടവലും ഇതൊക്കെ അങ്ങനത്തെ. ഇതിന് റേറ്റ് അതിന് 290. 290 ആണ് ഇതിനൊക്കെ. പിന്നെ ഇങ്ങനത്തെ നല്ല തോർത്തുണ്ട്. ഇത് നല്ലതായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന മൈക്രോ ഫൈബർ. പിന്നെ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത തോർത്തുണ്ട്. ഇതും തോർത്താണ്. അങ്ങനത്തെ ഇതെല്ലാം കേർട്ടൻസ്. ഇതെല്ലാം കേർട്ടനാ. ഇത് ടർക്കിറ്റാണ്. ഇത് അപ്പൊ നമുക്ക് ഇതിന്റെ തന്നെ ശരിക്കും പറഞ്ഞാൽ തോർത്തും കാണും ഹാൻഡ് ടവൽസും കാണും. ചിലപ്പോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ എല്ലാം എനിക്ക് ചെയ്യും. ഈ ടവൽസ് ഒക്കെ വില കുറഞ്ഞ 120 ആണ്. 125 കുറച്ച് ഇങ്ങനത്തെ ഇതൊക്കെ ഇതൊക്കെ 125 ഉള്ളൂ. ഇങ്ങനത്തെ ചുമ്മാ ഒരു സൈഡ് ചെറിയ ഒരു സൈഡ് കോട്ടനാ. റെഗുലർ യൂസിന് ഉപയോഗിക്കാൻ ഇത് ഭയങ്കര നല്ലത്. എല്ലാം ചെറിയൊരു ഇതിനൊക്കെ പോവാണെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പോകുന്നത്. എത്ര ഇത് റേറ്റ്? പിന്നെ 580 ഉണ്ട്. പിന്നെ ഇത് 200. ഇത് ആക്ച്വലി പിന്നെ പല പർപ്പസ് ഉണ്ട് കേട്ടോ. ഈസ്റ്റർ ബാഗ്സ് ഇങ്ങനെ ബണ്ണി ബാഗ്സ് വേസ്റ്റിനൊക്കെ എന്തെങ്കിലും ഹാമ്പർ കൊടുക്കണമെങ്കിലൊക്കെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇതൊന്നാണ്. ഇതും അങ്ങനെ തന്നെ ഗിഫ്റ്റ് ഹാമ്പർ. ഹാമ്പറിന് പല പർപ്പസ് ഉണ്ട്. പിള്ളേരെ ടോയ്സ് ഇട്ട് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണേ യൂസ് ചെയ്യാം. ഇതൊക്കെ ബാഗാണ്. ഹാമ്പേഴ്സിന് യൂസ് ചെയ്യാം. മേശയിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് സാധനം വെക്കണമെങ്കിൽ വെക്കാം. പിള്ളേരുടെ ടോയ്സ് ചെറിയ ചെറിയ സാധനമൊക്കെ ഇട്ട് വെക്കണേ ആണ്. ഇത് ചിലർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെടിച്ചട്ടി വെക്കും. അല്ല പിള്ളേരുടെ മുറിയിലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വെക്കണമെങ്കിൽ വെച്ച് ഇങ്ങനെ ടേബിളിൽ എന്തെങ്കിലുമൊക്കെ വെക്കണേ വെക്കാം. ഡ്രസ്സിങ് ടേബിളിലോ എന്തെങ്കിലും. ഇതെല്ലാം നാപ്കിൻസ് ആണ്. ഇത് കിച്ചൺ ടവൽസ്, ഏപ്രിൻസ് പിള്ളേരുടെ ഉണ്ട് വലിയവരുടെ ഉണ്ട്. വാട്ടർ പ്രൂഫ് ഏപ്രിൻസും ഉണ്ട്. ഇതെല്ലാം റണ്ണേഴ്സാ, ടേബിൾ റണ്ണേഴ്സാ. ഇതെല്ലാം റണ്ണേഴ്സ്. ടേബിൾ മാറ്റ്സ് ആണ്. ഇതെല്ലാം ടേബിൾ മാറ്റ്സ്. അപ്പൊ ടേബിൾ മാറ്റ്സ് എടുക്കുന്നവർക്ക് റണ്ണേഴ്സും മിക്സിംഗ് മാച്ച് ചെയ്ത് വേണേൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കർട്ടൻസ്. കിച്ചണിനൊക്കെ ഇടാൻ പറ്റാവുന്ന പോലത്തെ ചെറിയ ഇതെല്ലാം. അതിന്റെ ഞാനൊരു ഡിസൈൻ ഒക്കെ കാണിച്ചു തരാം. ഇതിങ്ങനെ ചെറിയ ഇത് മുകളിലേക്ക് മാത്രം ഇടുന്ന ഇതിന്റെ തന്നെ സെയിം മാച്ച് ചെയ്ത് അടിയിലോട്ടും കാണും. ഇങ്ങനെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇതിന്റെ അടിഭാഗം
ചില്ലിയുടെ മഞ്ഞ ഇതൊക്കെ അടിയിലോട്ട് 15 ഇഞ്ചസ് അങ്ങനത്തെ ഒക്കെ. ഇതൊരു സ്ട്രോബെറി അടിയിലോട്ട് അതിന്റെ കോഴിയുടെ ഇതിന്റെ അടിവശം ഇതിന്റെ മേൽവശം. അതായത് മുകളിലും താഴെയായിട്ട് ഇടണം. താഴെയായിട്ട് ഇടേണ്ടവർക്ക് ഇടാം. ഇതിങ്ങനെ അടിയിലോട്ട് താഴോട്ട് ഇച്ചിരി നീണ്ടത് ഹാഫ് കർട്ടൻ പോലെ, ഇത് മുകളിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട്. അപ്പൊ വലിയ ജനലൊക്കെയാണ് മുകളിൽ ഒരു ചെറിയ ഭാഗം, അടിയിലോട്ട് ഇതുപോലത്തെ തന്നെയാണ്. ഇത് മുകളിലിട്ട് കഴിഞ്ഞ് ഇത് അടിയിലോട്ട്. അങ്ങനെ പല ഞങ്ങളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കിച്ചൺ കർട്ടൻസ്. ശരിക്കും പറഞ്ഞാല് ഇതിങ്ങനെ ലേസ് ഇങ്ങനെ വരും. ഇതൊക്കെ ഇതിന് റേറ്റ് ഇതിനൊക്കെ 600, 625. അതായത് മുകളിലത്തെയും താഴത്തെയും കൂടിയിട്ടാണോ റേറ്റ്? ഇതെല്ലാം നമ്മൾ തയ്ക്കുന്നു. അപ്പൊ പല റേറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ എത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 480 തൊട്ട് 480 തൊട്ട് വലിയ കർട്ടനൊക്കെ വലിയ 480 തൊട്ടുണ്ട്. നമ്മൾ കസ്റ്റമൈസ് ചെയ്തും ഇങ്ങനെ മുകളിൽ ചെയ്ത് കുവയില് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മള് ട്രെയിലോട്ട് ഇതൊക്കെ അങ്ങനെ ടിഷ്യൂ ബോക്സ് ഹോൾഡ് ചെയ്യാം. ടിഷ്യൂ ബോക്സ് വെക്കാനായിട്ട്. അതിന്റെ പ്രിന്റും ഉണ്ട്, പല പ്രിന്റ്സ് ഉണ്ട്. വൈറ്റ്, ബ്ലൂ, ഇങ്ങനെ പല പ്രിന്റ്സ്. ഇതെല്ലാം കുഷ്യൻ കവേഴ്സ്. കുഷ്യൻ കവേഴ്സ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി കളക്ഷൻ ആണ് ഇങ്ങനെ. ഇതെല്ലാം കുഷ്യൻ കവേഴ്സ്. ഇത് പിള്ളേരുടെ മസ്ലിൻ തുണിയ, ഇങ്ങനെ പിള്ളേരുടെ പിള്ളേരുടെ തോർത്ത്. ഇത് സ്ക്വാഡിലാണ് ഇങ്ങനത്തെ പിള്ളേരെ പുതിയ ഇത് പിള്ളേർക്കും തുടക്കും വലിയവർക്കും തുടക്കാട്ടെ. അതെ. അതിന് കൊണ്ടുപോകുമ്പോ നല്ലോണം വെള്ളം പിടിക്കും. ഇതിന്റെ മാച്ച് ചെയ്ത് നമ്മളെ മെറ്റ പോലെ ചെയ്തിട്ടില്ല. കുഷ്യൻ കവേഴ്സ് കൊടുക്കാനായിട്ട് ഇതിന്റെ ഇങ്ങനെ വേണ സെറ്റ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇത് വേണം. ഇതിന്റെ അല്ലേ ഇവിടെ ഉള്ളത്. ക്രോഷിയുടെ കാണിച്ച് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തിടണമെങ്കിൽ അതിന്റെ ചെറുത് 12x സെന്റർ പീസ് ടീപ്പോയുടെ നടക്കും ഇതിനൊക്കെ വെച്ച് pumpkins. ഇത് എത്ര? 150? 150. ഇത് ഈസ്റ്ററിന്റെ ഇതിനുള്ളതായിരുന്നു. പിന്നെ ഇതൊരു പിള്ളേർക്ക് ബർത്ത്ഡേക്ക് പറ്റിയതാ കേട്ടോ. ബർത്ത്ഡേക്ക് വാലന്റൈൻസ് ഡേ കഴിഞ്ഞു ഇല്ലെങ്കിൽ സ്വീറ്റ് ഇത് 3+2 1 സിംഗിളിന്റെ 2 എണ്ണം കാണും. ഇങ്ങനെ വീട് ഒരു സെറ്റ് സിംഗിൾ ആയിട്ടുള്ള ഇങ്ങനെ 2 പീസ് ഉണ്ട് ഇത്. പിന്നെ നമ്മുടെ ഇതിന്റെ ക്രോഷ്യയുടെ ഉണ്ട്, ഇങ്ങനെ കട്ട് വർക്കിന്റെ ഉണ്ട്. ഓരോ സിംഗിൾ പീസസ് ആയിട്ട്. അപ്പൊ ഓരോ സിംഗിൾ സോഫയിലോട്ട് ഇടാം.
ഇതിങ്ങനെ ക്രോഷ്യയുടെ ചേട്ടൻ ഇതിന്റെ വൈറ്റും ഉണ്ട്, ഈ കളറും ഉണ്ട്. പിന്നെ ഇത് കസാരക്കണ്ണി. ഇത് നമ്മുടെ ചെയർസിന്റെ ഒക്കെ ഇങ്ങനെ മുകളിലോട്ടില്ല. ഇതിന് പറ്റുമോന്ന് എനിക്കറിയത്തില്ല. ഇതിന് പറ്റില്ല. പറ്റും. ഇങ്ങനെ ഇടണമെങ്കിലല്ലേ. ചില സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയർസിനൊക്കെ ഇടണമെങ്കിൽ ഇതിന്റെ വൈറ്റും ഉണ്ട്. അതങ്ങനെ. പിന്നെ ഇതിങ്ങനെ പൊക്കമുള്ള കസേര ഉണ്ടെങ്കിൽ നമുക്ക് ആ കസേര ഇത് വെച്ച് കവർ ചെയ്യും. chair back. Sofa. പ്യുവർ വൈറ്റ് അല്ലേ? Pure white. Cut work. അതൊക്കെ നല്ലൊരു കളക്ഷനാണ് ഞങ്ങൾക്കുള്ളത്. ഇതുണ്ട്. ഇതൊക്കെ നല്ല ഇങ്ങനെ ഇത് രണ്ട് സൈഡും ഇങ്ങനെ പ്രിന്റ് ഉണ്ട്. അപ്പം തിരിച്ചിട്ടാലും ഇതൊരു സൈഡ് റണ്ണർ. നല്ല ബ്ലൂ തീമിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിവിടെ പ്ലെയിൻ ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ വേണേ പ്രിന്റഡ് ടേബിൾ മാറ്റ്സ് എടുക്കാം. ഈ പ്രിന്റിൻ്റെയോടെ പ്ലെയിൻ ടേബിൾ മാറ്റ്സ് എടുക്കാം. ഇങ്ങനെ ജൂട്ടില് നമ്മൾ ലേസ് വെച്ചത് ഇത് ക്രൂഷ്യയുടെ. ഇത് കുഷ്യൻസും ഇതൊക്കെ ആയിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഇതുണ്ട്. വൈറ്റും ഉണ്ട് അതിന്റെ. ഇങ്ങനത്തെ പ്രിന്റഡ് റണ്ണേഴ്സും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫോളിന്റെ സമയത്ത് നമ്മള് ഈ പുറത്തൊക്കെ പംകിൻസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കത്തില്ല. ചുമ്മാ ഒരു ഡെക്കോർ കിച്ചണിലൊക്കെ വേണം. ചുമ്മാ ഒരു ഫോളിന്റെ സമയത്ത് പുറത്തൊക്കെ എല്ലാവരും ഇങ്ങനെ പംകിൻസ് വെച്ച ഡെക്കറേഷൻ കുറെ ചെയ്യും വീട്ടിലൊക്കെ. ഡൈനിങ് ടേബിളിലെല്ലാം ചെറിയ ചെറിയ ഫാൻസി ഇത് ടേബിൾ മാറ്റ്സ് തന്നെ. ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഒരു ഗ്രീൻ റണ്ണർ എടുത്ത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റും. ഇതിനാണെങ്കിൽ ഒരു ബ്ലൂവോ വല്ല റണ്ണർ അല്ലെ ഓഫ് വൈറ്റ് അങ്ങനെ. ഇതെല്ലാം ടേബിൾ മാറ്റ്സ്. ടേബിൾ മാറ്റ്സ് 6 പീസിന് 380 ആണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. റണ്ണർ നമുക്ക് ബേജോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിന്റെ കൂടെ എന്തെങ്കിലും ചെയ്യാം. ഇതൊരു ബർത്ത്ഡേക്ക് പറ്റിയതാ ടേബിൾ മാറ്റ്. അതൊക്കെ 150 ഇങ്ങനെയൊക്കെ വരും. പിന്നെ ഇത് ബേബി ഷീറ്റും ഇത് ഫ്ലാനല്ലേ ബേബി ഷീറ്റും ഇത് കട്ട് വർക്കിന്റെ ഇതും ഉടുപ്പ് ഷീറ്റ്. ഇതിലിപ്പോ ഷീറ്റ് മാത്രമേ ഉള്ളൂ, ഉടുപ്പ് തയ്ക്കണം. അങ്ങനെ കഴിഞ്ഞിരിക്കട്ടോ സ്റ്റോക്ക്. ഇത് ആൺകുട്ടികളുടെ ഡ്രസ്സ് 1 വയസ്സ് വരെ. ഇതിന്റെ ഉടുപ്പുണ്ടായിരുന്നു. അതിന്റെ ഉടുപ്പ് കാണാനില്ല, തയ്ക്കണം. ഈ കട്ട് ഷീറ്റ് ഇതാണെങ്കിൽ അതിന്റെ തന്നെ മാച്ച് ചെയ്ത ഉടുപ്പായത് സെറ്റ് കട്ട് വർക്ക് മോഡൽ. ആ അതിന്റെ തന്നെ ഇങ്ങനത്തെ ഈ ഇതിലും ഉണ്ട്, ആപ്ലിക്കിലും ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ മാച്ചിങ് സെറ്റായിട്ട് ഷീറ്റ് കൊടുക്കും കൂടെ. വേറെ നല്ല കുറച്ചിങ്ങനെ പെൺപിള്ളേർക്ക് പറ്റിയത് പോലത്തെ വേറെ ചെയ്യുന്നത്. ഇതൊക്കെ പ്യുവർ കോട്ടൺ തന്നെയാ? എല്ലാം കോട്ടൺ. എൻ്റെ ഉടുപ്പ് വരുമ്പോ ണ്ട്
പുള്ളിക്കാരത്തി ചെയ്യുന്നതാണ് ഈ ഉടുപ്പുകളെല്ലാം അമ്മയുടെ സെക്ഷനാണ്. അപ്പൊ അമ്മ രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഫുൾ ഇരുന്ന് ഇവിടെ ഉണ്ട്, അമ്മ ഇവിടെ ഉണ്ട്. അമ്മ ഉണ്ട്. അപ്പൊ അമ്മ വീട്ടിലോട്ട് പോയി. അതെ. എന്റെ വീട് അതാണ്. അപ്പൊ 5:30 വരെ കടയുള്ളൂ. 5:36 മാക്സിമം. സ്റ്റാഫൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് വരും. ഇതെല്ലാം അമ്മ ചെയ്ത എംബ്രോയിഡറികള്. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ട്. ആ ഷീറ്റിലും എല്ലാം അമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചില എംബ്രോയിഡറി ഒക്കെ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യിക്കും. ഇതൊക്കെ അമ്മ ഇരുന്ന് ചെയ്യുന്നു. കുറച്ചിങ്ങനെ എല്ലാം കോട്ടനാ. ഇതൊരു നല്ല ഉടുപ്പ്. ചുമ്മാ പിള്ളേർക്ക് ഇതിന്റെ ഫ്രണ്ട് ഇങ്ങനെ ബാക്ക് ഉണ്ട്. നല്ലൊരു ഉടുപ്പ്. ഇപ്പൊ ടൈലേഴ്സ് ഉണ്ട് അമ്മയ്ക്ക്. പണ്ട് അമ്മ തന്നെയായിരുന്നു കട്ട് ചെയ്തൊക്കെ ചെയ്തിരുന്നത്. നല്ലൊരു ഉടുപ്പ്. ചുമ്മാ ഒരു ബ്ലൂമേഴ്സും കുറവെങ്ങനെ. ഈ എംബ്രോയിഡറി ചെയ്യുന്നത് മാത്രമാണോ അമ്മ ചെയ്യണത്? ഇപ്പൊ നേരത്തെ എല്ലാം തയ്ച്ചോണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 82 ആറായി. ഇപ്പൊ തയ്യലില്ല. ഇപ്പൊ ഫുൾ ടൈം ഇരുന്ന് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യും. രാവിലെ ഇങ്ങോട്ട് വരും. അവിടെ ഇരുന്ന് സ്റ്റാഫിന്റെ കുറച്ചുകൂടെ ഇതൊക്കെ കൊടുക്കും, ഡയറക്ഷനൊക്കെ. പക്ഷെ അമ്മത് ഇപ്പൊ ടൈലറാണ് ഫുൾ കട്ട് ചെയ്യുന്നത്, തയ്ക്കുന്നത്. പാഷനായിരുന്നു. അമ്മ നന്നായിട്ട് ചെയ്യുമായിരുന്നു തയ്ക്കുന്ന. അങ്ങനെ തന്നെ തയ്ച്ചോണ്ടിരുന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ടൈലറെ വെച്ചു. പിന്നെ അതിങ്ങനെ കൂടി അങ്ങനെയാണ്. പക്ഷെ ഈ ഏജിലും ഇപ്പോഴും ചെയ്യണുണ്ടല്ലോ. കാണാൻ പറ്റിയ നന്നായിരുന്നു. അമ്മ അങ്ങനെയാണ്. ഇതൊക്കെ ഷീറ്റ്സ് പലതരം കേട്ടോ. എംബ്രോയിഡറി ചെയ്ത കോസ്റ്റ് എംബ്രോയിഡറി ചെയ്ത കിങ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ അതിന്റെ പല ഷെയ്ഡ്സിലുണ്ട്. ഇപ്പൊ ഗ്രേ ഷീറ്റ് വരുമ്പോ ചില്ലോ കളറിലും എംബ്രോയിഡറി ഉണ്ട്. ഇങ്ങനെ വരും. ബെഡ് സ്പ്രെഡ് വരുമ്പോ പലയിടത്തും ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത് പലയിടത്ത് കാണും. ഇത് സൈസ് ഏതാ? ക്വീനാണ്. ക്വീനുണ്ട്, കിങ് ഉണ്ട്, സൂപ്പർ കിങ് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ നടുക്ക് പ്രിന്റ് വന്നിട്ട് ചുറ്റും പോയി അങ്ങനെയുണ്ട്. അതിന്റെ കിങ്ങും ഉണ്ട്, ക്വീനും ഉണ്ട്. ഇതൊക്കെ സോഫ്റ്റ് ഷീറ്റ്സാ. പിന്നെ കപ്പ ഷീറ്റ് ഒക്കെ ഉണ്ട്. ഞാനിത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഡാർക്ക് കളേഴ്സ് ഒന്നുമില്ല. ഡാർക്ക് ഇല്ല, ഡാർക്ക് വേറെ ഒറ്റ കളറില്ല. വേറെ ഇനി ആ പിങ്ക്. ഇതിങ്ങനെ ഷീറ്റില് ഇങ്ങനെ വെച്ചിട്ട് അത് കാണിച്ചത് സാറ്റിൻ 100% കോട്ടൺ എന്ന് പറയുന്നത് സാറ്റിൻ ഫിനിഷിംഗ്. ബീജം ഇതൊക്കെ ആകുമ്പോ എല്ലാവർക്കും പോകുന്ന കളേഴ്സ്. എല്ലാ മുറിയിടോടെ ഇങ്ങനെ അതിന്റെ തന്നെ പില്ലോ കവറും ഉണ്ടാവും. ഇതാണ് പ്രേമ കേട്ടോ. ഞങ്ങളുടെ കൊല്ലങ്ങളായിട്ടുള്ള സ്റ്റാഫാണ്. പ്രേമയ്ക്കാണ് എല്ലാം അറിയാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ഈ ഇതൊക്കെ ചെയ്യുന്നത്. മന്ത്രോടി കൊട്ട, ബൊക്കെ, ഇങ്ങനത്തെ ക്രാഫ്റ്റ് സാധനങ്ങളാണ് ചെയ്യുന്നത്. ഞാനും എന്റെ പാർട്ട്ണറും കൂടെ മിക്കവാറും
ഇത് ഇങ്ങനത്തെ വർക്കിലേക്ക് പ്രേമയാണ് അപ്പൊ ഓളിനോളാണ് പ്രേമയ്ക്കാണ് അറിയാമോ കൂടുതൽ ഓരോ സാധനം എവിടെ ഇരിക്കുന്ന റേറ്റ്. നമ്മള് ഫുൾ ടൈം ഇങ്ങനത്തെ വർക്കിലാവുമ്പോ നമുക്ക് അറിയണ്ട. അത് കാരണം കൂടുതൽ സാധനങ്ങളെ കുറിച്ച് അറിയാവുന്ന പ്രേമയ്ക്കാണ്. ഞങ്ങള് പർച്ചേസ് ഒക്കെ ചെയ്യുന്ന ഞങ്ങള് തന്നെ സ്റ്റോറിൽ ഞങ്ങൾക്ക് സ്റ്റോർ ഇൻചാർജ് ആയിട്ട് എൻ്റെ ഒരു കസിൻ ഉണ്ട്. ആള് പ്രേമയാണ് പുള്ളിക്കാരത്തെയാണ് വാട്സാപ്പിൽ കൂടെ ഉള്ള ഓൺലൈൻ ഉണ്ട് എന്നുവെച്ചാൽ വാട്സാപ്പ്. അതെല്ലാം എന്റെ കസിൻ നിഷ എന്ന് പറഞ്ഞാൽ നിഷ ചെയ്യുന്നു. പ്രേമ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം എല്ലാവർക്കും പ്രേമനെയും നിഷനെയാണ് കൂടുതലും കാണിച്ചു തരാം. ഇതൊക്കെ ടേബിൾ ക്ലോത്ത് 6 സീറ്റർ 8 സീറ്റർ 10 12 അങ്ങനെ പല സീറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു കൂടുതലും ഞങ്ങളുടെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഇതൊക്കെ ടേബിൾ ക്ലോത്ത് അതിന്റെ നല്ല സൈഡ് ഇതാ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്തിട്ട് ഇതും ഇതൊക്കെ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നതാ. സെൻട്രിൽ കൂടെ റണ്ണർ പോലെ ഇതിങ്ങനെ വരും. ഇപ്പൊ വേറെ റണ്ണർ ഇടേണ്ട ആവശ്യമില്ല അല്ലെ? വേണ്ട, ഇത് ഇങ്ങനെ ഇച്ചിരി കളർഫുൾ ആയിട്ട് വേണ്ടവർക്ക് സാധാരണ പോലെയൊക്കെ ഇടുന്ന എപ്പോഴും റെഗുലർ യൂസിന് ഇങ്ങനത്തെ. ഇത് 4 സീറ്ററും ഉണ്ട്, 6, 8, 10, 12 അങ്ങനെ പല സൈസിലുള്ള നീളത്തിലുണ്ട്. ഇപ്രിന്റ് ഇതൊക്കെ ഒരു നല്ല മിഡില് ഈ പോർഷൻ അല്ലേ? പില്ലോ കവർ ഒരു തുണി ഏതാണ്ട് സൈഡ് ഇത് തന്നെ ക്യൂനില് ഇതേ പാറ്റേൺ ഉള്ളത്. അപ്പോൾ പുറത്ത് ഇങ്ങനെ ഒരു സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ കുറേ മാറ്റുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് പലതരം ഡിസൈനും സൈസുകളൊക്കെ ആയിട്ടുള്ളതായിട്ടോ വരുന്നത്. അപ്പോൾ നമുക്കത് ബാത്റൂമിൻ്റെ പുറത്തിടാനും ഉള്ളിലിടാനും പിന്നെ ഡോറിൻ്റെ മെയിൻ ഡോറിൻ്റെ പുറത്തൊക്കെ ഇടാൻ ഇങ്ങനെ കുറേ തരം ഡിസൈനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ വലിയ മാറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് കിച്ചൻ്റെ സിങ്കിൻ്റെ അടിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള മാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു കുറേ ഡിസൈനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഡിസൈൻ ഉണ്ടല്ലേ ചീസ് ലവർ എന്നൊക്കെ പറഞ്ഞത് കിച്ചണിനൊക്കെ വെച്ചതായിരിക്കും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു വെൽവെറ്റിൻ്റെ പോലത്തെ ഒരു മാറ്റും കൂടി ഉണ്ടായിരുന്നു, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മാറ്റ്. അപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ മാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ബാത്റൂമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഇത് കണ്ടില്ലേ, ഒരു ലൈറ്റ് പിങ്ക് ഇങ്ങനെ ഒരു സൺഫ്ലവറൊക്കെ ആയിട്ട് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ബാത്റൂമിൻ്റെ പുറത്തേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു പംകിൻ്റെ പോലത്തെ ഒരു മാറ്റാട്ടോ, നമുക്ക് ഹലോവിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നമുക്കത് ഡെക്കറേഷൻ പോലെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ, മാറ്റൊക്കെ പുറത്ത് വെച്ചിട്ട്. പിന്നെ വേറെ ഇങ്ങനത്തെ കുറേ ഒക്കെ എടുത്ത് കാണിക്കണ്ടായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലുമേത്തെ വെള്ളം ഇതിനാവും, അതിലേക്ക് അബ്സോർബ് പെട്ടെന്നാവും കേട്ടോ. അങ്ങനത്തെ കുറെ ഡിസൈനുകളൊക്കെ കാണിച്ചു തന്നു. ഫോണിന് പറ്റത്തില്ല, ഗ്ലാസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയൊന്നുമല്ല. ഇങ്ങനെ അറേഞ്ച്മെന്റ്സ് ഇതൊക്കെ ഡൈനിങ് ഞങ്ങളപ്പോ ഇതായിരുന്നു മെയിനായിട്ട് ചെയ്യുന്നത്. ഇത് കിച്ചണിലേക്കൊക്കെ മോളയിലേക്കൊക്കെ തൂക്കിയിടാൻ സ്പൈസസിന്റെ അതിന്റെ പല സൈസ് ഉണ്ട്. ക്രാഫ്റ്റ് മോതിരം താലി അങ്ങനത്തെ ഒക്കെ വെക്കാൻ പറ്റിയ കോട്ട. പിന്നെ എൻഗേജ്മെന്റ് മോതിരം ഇത് ഇങ്ങനെ വളയോ മോതിരോ അത് പറയുന്ന അനുസരിച്ച് കസ്റ്റമൈസ്. അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ അത് ചെയ്തു. ക്യാൻഡില് ഇതന്നെ മാച്ച് ചെയ്ത് ക്യാൻഡില് ഇങ്ങനെ. ഇത് വേറൊരു ടൈപ്പ് ഫുള്ളായിട്ടുള്ള മാമോദീസയ്ക്ക് പിള്ളേർക്ക് തല വെക്കാനാണ്. അതിനകത്ത് വെച്ചതേ ഉള്ളൂ, നമുക്ക് സ്ഥലം ഇങ്ങനെ. ഞങ്ങളുടെ ബാക്കിയുള്ളതൊന്നും ഇല്ല ഇപ്പം. അറേഞ്ച്മെന്റ് നമുക്ക് സെന്റർ ടേബിളിലോ നടുക്ക് വേണേൽ ക്യാൻഡിൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ എന്നാന്ന് വെച്ചത് ഇങ്ങനെ പിള്ളേർക്ക് മുടിയുള്ളവർക്കൊക്കെ സൈഡിൽ അങ്ങനെ. ഇത് കൊച്ചു പിള്ളേർക്ക് ഉടുപ്പിന്റെ ഇപ്പൊ അമ്മയുടെ ആ ഉടുപ്പ് എടുക്കുന്നവർക്ക് ഹെയർ ബാൻഡ്സ്. എന്റെ ഇപ്പൊ ഇതെല്ലാം ചെയ്തതെല്ലാം തീർന്നിരിക്കും.
കൂടുതലും ഇങ്ങനത്തെയൊക്കെ ഉം. ഉള്ളത്. പിന്നെ ഇപ്പൊ ഇതുള്ളതാണ് ഇൻസ്റ്റ പോലത്തെ ഫേസ്ബുക്കിൽ കൂടെ കുറെ ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇൻസ്റ്റയിൽ ഏതാ പേജ്? റോസ് ആൻഡ് ഹൗസ് ഓഫ് ഐഡിയസ് എല്ലാം അത് പല ക്യൂട്ട് ഡിസൈൻ ഇതെല്ലാം കോസ്റ്റേഴ്സ്. അത് നമ്മുടെ പാത്രം കഴുകുന്ന പണ്ടത്തെ ആ സ്റ്റീൽ സാധനം ഇല്ലേ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മൂടിയ ഈ നമ്മുടെ വല്ല ഡബ്ബയൊക്കെ ഉണ്ടെങ്കിൽ കവർ ചെയ്ത് വെക്കുന്ന അടപ്പുള്ളതിനും കവർ ഇടാൻ കിച്ചണിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് അതൊരു ശേലമുണ്ടല്ലോ ഇങ്ങനെ ചില പാത്രങ്ങൾക്കൊക്കെ ഒരു ഈ ലുക്ക് കിട്ടാൻ. എല്ലാം തീർന്നു. അമ്മയുടെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ജസ്റ്റ് ഒരു ജേണി. അത് ഇവര് പറയുന്നത് എനിക്ക് പറയാന്ന് പറഞ്ഞുകൂടാ. അല്ല, അറിയണ പോലെ പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. എത്ര അമ്മ വർഷമായി? ശരിക്കും പറഞ്ഞാൽ 94 അമ്മ തുടങ്ങിയതല്ലേ. അതിനു മുമ്പേ തയ്ക്കുമായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും ഇങ്ങനെ ചുമ്മാ വീട്ടില് തയ്ച്ച് 3 പെൺപിള്ളേരായിരുന്നു ആണ്. അപ്പൊ അവർക്കുള്ളതെല്ലാം തയ്ച്ച് അമ്മയ്ക്ക് നല്ലതായിട്ട് തയ്യലറിയാം. പക്ഷെ അന്ന് കൊടുത്തൊന്നും തുടങ്ങില്ല. പക്ഷെ പയ്യെ ഇങ്ങനെ നൈതസും കുർത്താസ് സൽവാസ് കുർത്താസ് ഒക്കെ തയ്ക്കുമായിരുന്നു. അതൊക്കെ കൊടുത്ത് അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് എല്ലാരും ഇങ്ങനെ ആദ്യമേ ഇവിടെ എന്റെ മോനുണ്ടായപ്പോ മാമോദീസ സെറ്റ് ഉടുപ്പ്, മാമോദീസ ഉടുപ്പ്, അതിന്റെ കുറെ സാധനങ്ങളെല്ലാം ചെയ്ത് അത് 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 ആളില്ല. അന്ന് ആളില്ല. അമ്മ തന്നെയാ ഫുൾ മാമോദീസ ഉടുപ്പും അതിന്റെ ഫുൾ കുറെ ബാസ്കറ്റ്സില് നല്ല നല്ല കുറെ ആൺപിള്ളേരുടെ കുറെ ഉടുപ്പും സാധനങ്ങളും എല്ലാം കൊണ്ടുവന്നത്. ഈ കഴിവ് അമ്മയ്ക്ക് എവിടെ നിന്ന്? അമ്മയുടെ നിന്നാണോ കിട്ടിയത്? അമ്മയുടെ അമ്മ, അമ്മയുടെ സിസ്റ്റേഴ്സും എല്ലാരും നല്ലതായിട്ട് ചെയ്യും. ഫാമിലിയില് കുറെ പേരുണ്ട് ചെയ്യുന്നവര്. അമ്മ മാത്രമാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് വന്നത്. മറ്റവരൊക്കെ നിർത്തി, അവരൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഞാനും കൂടെ വന്നപ്പോ അമ്മയ്ക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ തുടങ്ങാൻ. അപ്പൊ ആദ്യമേ അവിടെ ഒരു വീടിനകത്ത് ഒരു മെഷീൻ എടുത്ത് അവിടെയായിരുന്നു. ഇതൊരു ഔട്ട് ഹൗസ് ആയിരുന്നു. കണ്ട കാര്യസ്ഥന്മാര് കാപ്പൂച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഹസ്ബൻഡ് അത് വെച്ച് ഇതുപോലെ പണിത് തന്നു. ബാക്കിയുള്ളത് ചെയ്തോ? അത് അങ്ങനെ 2000-ലാണ് ഇത് പണിയുന്നത്. പക്ഷെ അതിനു മുമ്പ് 94 തുടങ്ങിയെങ്കിലും ചെറുതായിട്ടൊക്കെ ഇവിടെ ഈ ഡ്രൈവർമാരുടെ ഒരു മുറി ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ തുടങ്ങി. റോസാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ എത്ര വർഷമായി ഇത്? ഇത് 2000-ലാണ് ഈ ബിൽഡിംഗ് പഴയ ഔട്ട് ഹൗസ് പൊളിച്ചത്. പക്ഷെ അതിനു മുമ്പേ നമ്മൾ ഇവിടെ ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു. അതിലിങ്ങനെ നമ്മുടെ പഴയ കുറച്ച് സാധനങ്ങൾ പിന്നെ കുറച്ച് നമുക്ക് ആ 2 സാരി സപ്ലൈ ചെയ്തു. സാരി വെച്ചു. പിന്നെ അമ്മ കുർത്ത ടോപ്സ് ഒക്കെ ചെയ്ത് പിന്നെ ഞാനും കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ അന്ന് അവിടെ വെച്ചിട്ടുണ്ട്. പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനും നിങ്ങി എന്റെ പാർട്ട്ണറും ഞങ്ങൾ ആദ്യത്തെ ഒരു സെയില് വെച്ചു. ഞങ്ങളിവിടെ അങ്ങനെ അന്ന് ഒരു ക്രിസ്മസ് സെയിലും എല്ലാം കൂടെ അത് ഭയങ്കര 2000-ലൊന്നും അങ്ങനെ ആരും അന്ന് അധികം സെയിൽ അപ്പൊ നമ്മുടെ സെയിൽ ഭയങ്കര ഇങ്ങനെ നല്ല എല്ലാവർക്കും ഇങ്ങനെ ഒരു സെയിലും ഉണ്ട്. പിന്നെ തൊട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ലക്നോയിൽ പോയി, ഒരു പ്രാവശ്യം പോണ്ടിച്ചേരി പോയി. അവിടുത്തെ സാധനം ലക്നോയിലെ സാധനം അങ്ങനെ. പിന്നെ മിക്കവാറും എല്ലാ കൊല്ലവും ഞങ്ങളൊരു സെയില് പോലെ വെക്കുക. അമ്മയുടെ സാധനങ്ങൾ അമ്മയുടെ കൊടുക്കും. കഴിഞ്ഞ എല്ലാ കൊല്ലവും നവംബർ എറണാകുളത്ത് വെക്കുന്നത്. ഇവിടെ തൃശ്ശൂരും എറണാകുളമാണ്. നവംബറില് മിക്കവാറും ഞങ്ങളുടെ ഒരു ആദ്യമേ ക്രിസ്മസിന്റെ നവംബർ ആദ്യം. തൃശ്ശൂരാണ് കൂടുതലും വെച്ചേക്കുന്നത് അല്ലെ? എറണാകുളത്തെ ഓൾട്ടർനേറ്റ് ഒരു കൊല്ലം എറണാകുളമാണെങ്കിൽ ഈ അടുത്തായിട്ട് കുറച്ചാളായിട്ടുള്ള എറണാകുളത്ത് ഒരു കൊല്ലം എറണാകുളമാണ്, ഒരു കൊല്ലം തൃശ്ശൂർ പുറത്തായി. കഴിഞ്ഞ കൊല്ലം നമ്മൾ എറണാകുളത്ത് പിന്നെ കോഴിക്കോട് ഒരു പ്രാവശ്യം കാലിക്കറ്റ് വെച്ചു. അതാണ് ആ തുടക്കത്തിലാണ് ആ 2 സാരി ഒന്നും നമ്മളോട് കുറച്ച് സാരി 95-ലോ 96-ലോ അന്നേരം അമ്മയ്ക്ക് പക്ഷെ ഇങ്ങനെ പുറത്തോട്ട് ഉടുപ്പല്ലായിരുന്നു, കുർത്താസായിരുന്നു ചെയ്തത്. എനിക്കൊന്ന് ഈ
മാമോദീസ ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഉടുപ്പിലോട്ട് അങ്ങനെയൊന്നും ആയി. ഇപ്പൊ തയ്യല് തുടങ്ങിയ പിന്നെ ഇവിടെ ആൺപിള്ളേരെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. കുറെ കഴിഞ്ഞിട്ടാണ് ഒരു പെൺകൊച്ച് വേറൊരു മോള് ഉണ്ടായത്. ഈ പിള്ളേർക്ക് ഒരു പെൺകുട്ടികൾക്കാണല്ലോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് സ്റ്റിച്ചിങ്ങിലും എംബ്രോയിഡറിയിലൊക്കെ ആണെങ്കിലും. ആമ്പിള്ളേർക്ക് പറയുമ്പോ ഒരു ലിമിറ്റ് ഉണ്ട് അവർക്ക്. പക്ഷെ എന്നാലും നല്ല രസമല്ലേ. ഉള്ള ആൺപിള്ളേരെ ചെയ്തത്. ഞങ്ങൾ ഇങ്ങനത്തെ കിച്ചണിലേക്കുള്ള കുറെ ഞങ്ങളെല്ലാരും വേറെ തിരക്ക് ഉണ്ടായിരുന്നു. അത് ക്രിസ്മസ് ആണായിരുന്നു. അങ്ങനത്തെ കുറെ കിച്ചൺ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ കിച്ചണിലേക്കുള്ള കിച്ചൺ ഇതൊക്കെ ഇത് കിച്ചൺ നല്ല ഇതെല്ലാം അനങ്ങത്തൊന്നുമില്ല. ഇത് പാത്രം പിടിക്കാന് ശരി കനം കുറവ്. അപ്പൊ നമുക്ക് ചൂട് പാത്രം ചൂട് പാത്രം ഷേക്കുകളാണ്. ഇവിടെ ഇതൊരു ജൂട്ട് ബാഗ്. ഇതൊക്കെ നല്ല സെയിലുള്ള സാധനങ്ങൾ. പിന്നെ ഇതൊരു സെറ്റായിട്ടുള്ളതാ. ഉണ്ടോ ഗ്ലൗസും ഷെഫ് ക്യാപ്പ് പോലെ കൊച്ചു പിള്ളേരുടെ ഒരു ഏപ്രിനും ഇങ്ങനെ ഫുൾ 3 സെറ്റായിട്ടുള്ള. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡാർക്ക് കളേഴ്സും ഉണ്ട്. ഇത് വാട്ടർ പ്രൂഫാ. അപ്പം നമ്മുടെ ദയുണ്ട്. അപ്പൊ നമ്മുടെ ഇതിന്റെ പല ഡിസൈനിലുണ്ട്. ഫ്രോക്ക് മോഡലല്ലേ. ഏപ്രിൽ ഉടയ്ക്കുന്ന ഇത് ഹാലോവീൻ സമയത്ത് നല്ല വേർഡിങ്സ് ആയിക്കോട്ടെ. രസമുണ്ടല്ലേ. സെറ്റായിട്ട് ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജ് ഹാൻഡിൽ മേലെ. ഇതിനെങ്ങനെയാ റേറ്റ്? ഇതിന് ഒരെണ്ണം 60, സെറ്റ് 120. അപ്പൊ നമ്മള് കടയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ട് അപ്പൊ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചെന്നുള്ള ഹോള് കാട്ടിത്തരാം. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഇതായിട്ടുള്ള ഒരു സ്റ്റീൽ സ്ക്രബ്ബർ മേടിച്ചു. അപ്പൊ നമ്മള് സാധാരണ നമ്മൾ മറ്റേ ടൈപ്പ് ഓഫ് സ്ക്രബ്ബർ ഉപയോഗിക്കാറ്. പക്ഷെ അതിന്റെ പകരം ഇത് ഇത്രയും വലുതായിട്ടുള്ള നമുക്ക് പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കാം. ഇത് 2 തരാട്ടോ മേടിച്ചത്. ഇതിന്റെ ബാക്കിൽ തുണി ഉണ്ട്, പക്ഷെ ഇതിന്റെ ബാക്കിലില്ല. അങ്ങനത്തെ 2 എണ്ണാട്ടോ ഇതിൽ മേടിച്ചത്. പിന്നെ ഞങ്ങള് മേടിച്ചത് ഈ ഒരു മാറ്റാണ് മേടിച്ചത്. അത് ഞാൻ കാട്ടിത്തരാം. ഈ മാറ്റാണ് ഞങ്ങൾ മേടിച്ചത്. ഒരു ലാവെൻഡർ കളറായിട്ടുള്ള ഒരു മാറ്റാണ് ഞങ്ങൾ മേടിച്ചത്. കണ്ടില്ലേ നല്ല രസമാണ്. അപ്പൊ ഇതിലെ വെള്ളമൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ നീങ്ങുമ്പോൾ ഇതൊന്നും പോവില്ല. അപ്പൊ ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ ആട്ടോ ഈ ഒരു മാറ്റ്. പിന്നെ ഞങ്ങള് മേടിച്ചത് ഈ ഒരു ടവലാട്ടോ മേടിച്ചത്. ഇങ്ങനത്തെ ഒരു ഇതൊക്കെ പ്യൂർ കോട്ടൺ ആട്ടോ. ഇങ്ങനത്തെ ഒരു ടവലാണ് ഞാൻ മേടിച്ചത്. പിന്നെ തോർത്ത് ഇത് ഇങ്ങനത്തെ ഒരു ലൈക്ക് പിങ്ക് ഡിസൈനുള്ള ഒരു തോർത്താട്ടോ ഞങ്ങൾ മേടിച്ചത്. നല്ല സോഫ്റ്റ് ആട്ടത്. പിന്നെ ഞങ്ങള് മേടിച്ചത് ഒരു ഏപ്രിനാട്ടോ ഞങ്ങൾ മേടിച്ചത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഏപ്രിനാണ്. ഇങ്ങനത്തെ കുറെ വെജിറ്റബിൾസ് ഒക്കെ ഉള്ള ഒരു ഏപ്രിനാണ്. കണ്ടോ, ഞാൻ ഇതിന്റെ ഫോട്ടോ കാട്ടിത്തരാം കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ മേടിച്ച ഏപ്രിൽ. നല്ല ക്യൂട്ട് ആയിട്ട് നിൽക്കുക, നല്ല രസമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.